കഴിഞ്ഞുപോയ മത്സരങ്ങളിൽ നിന്നും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നല്ല നല്ല ഡിഫെൻസീവ് ത്രെഡ്സ് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഹൈ വേരിയേഷനുള്ള ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡിഫെൻസീവ് ലൈനാണ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു പുതുപുത്തൻ ട്രാൻസ്ഫോർമേഷന് പിന്നാലെയുള്ള മാറ്റങ്ങൾക്ക് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു പേരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ എഡീഷനായിട്ടുള്ള അങ്ങ് സെനഗൽ താരമായിട്ടുള്ള ഫാലു എൻഡായി. തീർത്തും ഭയങ്കര അഗ്രസീവ് മെൻറ്റാലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണെന്ന് ഈ ഒരു ആദ്യത്തെ മത്സരം കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒപ്പോണന്റ് സൈഡിൽ ഈസ്റ്റ് ബംഗാൾ താരങ്ങൾ എത്ര വേണമെങ്കിലും പന്ത് കാലിൽ വെച്ച് ഹോൾഡ് ചെയ്ത് കളിച്ചോട്ടെ, പക്ഷേ മധ്യനിര കഴിഞ്ഞ് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിൽ ഡിഫൻസിൽ നമ്മുടെ ഫാലു എൻഡായി ആണ്. അദ്ദേഹത്തെ മറികടന്ന് ആ ഒരു ഡി ടോപ്പിലേക്ക് പോകുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു മത്സരത്തിൽ. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിലെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങുന്നുണ്ട്, തോക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് അൺവാണ്ടഡ് ആയിട്ട് അവർക്ക് കിട്ടിയ ഒരു പെനാൽറ്റി കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വീണു പോവുകയാണ്. ഈ ഒരു മത്സരത്തിൽ ആ ഒരു പെനാൽറ്റി കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും വിജയിക്കുകയും 3 പോയിന്റുകൾ നേടിയെടുക്കാൻ പറ്റിയിരുന്ന ഒരു മത്സരം കൂടിയാണ്, അതും ടേബിൾ ടോപ്പിലെ 3ാം സ്ഥാനക്കാരായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിനെതിരെ. ഓക്കെ, ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയുടെ ആ ഒരു ടെക്നിക്സ് ഈ ഒരു മത്സരത്തിൽ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നെഗറ്റീവ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു മധ്യനിര എല്ലാ മത്സരങ്ങളിലും ഞാൻ പറയുന്ന പോലെ തന്നെ മധ്യനിരയിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഓരോ മത്സരം കഴിയും തോറും നമ്മൾ കാണുന്നത്. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിയാൽ പോലും, സിറ്റുവേഷൻ വന്നാൽ പോലും ഒന്നും ചെയ്യാത്ത സിറ്റുവേഷനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു മധ്യനിര. ഈ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞുപോയ സീസണുകളിലൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ഉറുഗ്വേനിയൻ താരമായിട്ടുള്ള അഡ്രിയാൻ ലൂണയുടെ ആ ഒരു പ്രസൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ചുരുക്കം പറഞ്ഞാൽ അഡ്രിയാൻ ലൂണയുടെ ആ ഒരു നിഴല് പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിൽ മാറ്റം വന്നതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലും പുതിയ സൈനിങ് എഡീഷനുകൾ വേണമെന്നാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയുന്നത്. എല്ലാം ഏറെക്കുറെ ഓക്കെ വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യം ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. ഡാനിഷ് ഫറൂഖിനെ വെച്ചുകൊണ്ട് ഈ ഒരു സീസൺ മുന്നോട്ട് പോകാന്ന് വെച്ചാൽ ആവില്ല, അതിന് വയ്യ. നമുക്ക് വേണ്ടത് മിഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയ, പ്രഷറിനനുസരിച്ച് ക്രിയേറ്റീവ് ഔട്ട്പുട്ട് തരാൻ പറ്റിയ ഒരു മിഡ്ഫീൽഡറിനെയാണ്. ആൻഡ് ദി നെക്സ്റ്റ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു വലിയൊരു പോരായ്മയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ലോങ് ബോൾ കണക്ടിവിറ്റി. സത്യം പറഞ്ഞാൽ ലോങ് ബോളൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കലങ്ങി തെളിഞ്ഞൊരു സംഭവമാണ്. നമുക്കറിയാം, നമ്മുടെ പഴയ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ ആ ഒരു സിസ്റ്റം ഓഫ് സ്ട്രാറ്റജിയിൽ ഒന്നാണ് ഈ ലോങ് ബോൾ കൗണ്ടറുകൾ. പക്ഷേ ഈ ഒരു കറ്റാലയുടെ ഈ ഒരു സിസ്റ്റം ഓഫ് സ്ട്രാറ്റജിയിൽ ആ ഒരു ലോങ് ബോൾസ് ഒക്കെ കണക്ട് ചെയ്യാൻ പെടുന്ന പാടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെയധികം അനാവശ്യമായിട്ട് കുറേ ലോങ് ബോൾ വരികയും അതൊന്നും കണക്ട് ചെയ്യാൻ പറ്റാതെ ദുർബലമായിട്ടുള്ളൊരവസ്ഥയിലേക്കാണ് പല സമയങ്ങളിലും നമ്മൾ കാണുന്നത്. താരങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ്, ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവാത്ത പോലെയും പലതവണ നമുക്ക് തോന്നും. കാരണം കഴിഞ്ഞുപോയ സീസണുകളിലൊക്കെ നമുക്കറിയാം, ഒരു വോൾ പാസ് കളിച്ച്, വൺ ടച്ച് കളിച്ച്, ഉള്ളിലേക്ക് കയറി ചെന്ന് ക്രിയേറ്റീവായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞുപോയ കുറച്ച് സീസണുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നൊരു സംഗതിയാണ്. ഈ ഒരു സീസണിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ് ലെഫ്റ്റ് വിങ്ങിലേക്ക് മാത്രം ആശ്രയിച്ച് കളിക്കുന്നത്. ഞാൻ പറയുന്നത് കെവിൻ യോക്കയെ കുറിച്ചാണ്. കെവിൻ യോക്കയിലേക്ക് മാത്രം പന്തിട്ട് കൊടുക്കുകയും കെവിൻ യോക്കയെ മാത്രം ആശ്രയിച്ച് കളിക്കുന്ന ആ ഒരു സെറ്റ് ഓഫ് ആ ഒരു മെത്തേഡ് ഗെയിമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതുവരെയുള്ള മത്സരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം പറയാം, നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് കെവിൻ യോക്കയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ കെവിൻ യോക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം നല്ലൊരു ഫിസിക്കുള്ളൊരു പ്ലെയറാണ്. ബോഡി വെച്ച്, പന്ത് കാലിൽ വെച്ച് ടേൺ ചെയ്ത് ആൾക്കാരെയൊക്കെ, ഒപ്പോണൻസിനെയൊക്കെ കബളിപ്പിച്ച് പന്ത് ഹോൾഡ് ചെയ്ത് കളിക്കുന്നുണ്ട്. പക്ഷേ ടെക്നിക്കലി മധ്യനിരയിലാണെങ്കിലും വിങ്ങിലാണെങ്കിലും വേറൊന്നും കെവിൻ യോക്കയ്ക്ക് പ്രത്യേകം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പന്ത് ഹോൾഡ് ചെയ്ത് കറങ്ങിത്തിരിഞ്ഞ് കളിക്കുന്നു എന്നല്ലാതെ ഒരു നല്ലൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു അറ്റംപ്റ്റോ അല്ലെങ്കിൽ ഗോൾ കോൺട്രിബ്യൂഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കെവിൻ യോക്കയിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല. ഇതിനെക്കുറിച്ച് മാത്രം എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതാണ്. നിങ്ങൾ എന്തായാലും അത് അറിയണം. ഡീകോഡ് ചെയ്ത് മാച്ച് വിഷ്വൽസൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ തയ്യാറാക്കുന്നതായിരിക്കും. ഫോർ സ്റ്റേ ട്യൂൺഡ് ദാറ്റ് വീഡിയോ. പിന്നെ ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് മലയാളി താരമായിട്ടുള്ള കോഴിക്കോട്ടുകാരനായിട്ടുള്ള മുഹമ്മദ് അജ്സൽ. എന്തൊരു പെർഫോമൻസ് ആണല്ലോ ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്കറിയാം, മുന്നേറ്റ നിരയിൽ സ്പാനിഷ് വിദേശ താരമായിട്ടുള്ള വിക്ടർ ബെർട്ടോമിയോ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇദ്ദേഹം മലയാളി താരം ഒറ്റയ്ക്കാണ് ആ ഒരു മുന്നേറ്റ നിര നയിച്ചിട്ടുണ്ടായിരുന്നത്.
നമ്മളുടെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന 80-90% ആളുകളും നിലവിൽ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊണ്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുഹമ്മദ് അജ്സലിനെ കുറിച്ചായിരുന്നു. ഒരു മലയാളി താരമാണ് ഇദ്ദേഹം. നമ്മുടെ അക്കാഡമിയിലൂടെ തന്നെ, ബ്ലാസ്റ്റേഴ്സ് അക്കാഡമിയിലൂടെ തന്നെ വളർന്നു വന്ന ഒരു പ്രതിഭയാണ് ഇദ്ദേഹം. കഴിഞ്ഞ സൂപ്പർ ലീഗ് കേരളയിൽ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു ഇദ്ദേഹം. സൂപ്പർ ലീഗ് കേരളയിൽ നിന്നാണ് നിലവിൽ ISL ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇദ്ദേഹം വന്നിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെയുള്ള ആ ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു പെർഫോമൻസ് ആണ് മുഹമ്മദ് അജ്സൽ നമുക്കായി കാഴ്ചവെച്ചിട്ടുള്ളത്. ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വന്നിട്ടുള്ള 2 ഗോളുകളുണ്ട്. ആ 2 ഗോളുകളിലും ബ്ലാസ്റ്റേഴ്സ് അക്കാഡമിയിലൂടെ തന്നെ കളിച്ചു വളർന്ന 2 താരങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. വേറെ ആരുമല്ല, മറ്റൊന്ന് എബിൻ ദാസ് ആണ്. എബിൻ ദാസിൻ്റെ അസിസ്റ്റിലൂടെയാണ് ഈ പറഞ്ഞ 2 ഗോളുകൾ വന്നിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ വിക്ടർ ബെർട്ടോമിയുടെ ഹെഡർ ഗോളിന് അവിടെ അസിസ്റ്റ് നൽകി ആ ഒരു ഗോളിന് വഴിയൊരുക്കിയത് എബിൻ ദാസ് ആണെങ്കിൽ, ഇവിടെ തൻ്റെ പ്രിയ സുഹൃത്ത് അക്കാഡമിയിലൂടെ ഒരുമിച്ച് കളിച്ചു വളർന്ന അജ്സലിന് അസിസ്റ്റ് കൊടുത്തതും അതേ എബിൻ ദാസ് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ 5 മത്സരങ്ങളിൽ നിന്നും 2 ഗോളുകൾ പിറന്നിട്ടുള്ള ആ 2 ഗോളുകൾക്കും അസിസ്റ്റ് നൽകിയിട്ടുള്ളത് മലയാളി താരമായിട്ടുള്ള എബിൻ ദാസും. 2 ഗോളുകളിൽ 1 ഗോളിൽ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ മലയാളി താരമായിട്ടുള്ള മുഹമ്മദ് അജ്സലുമാണ്. ഇനിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സെൻട്രൽ ഫോർവേഡർമാരായിട്ടുള്ള വിക്ടർ ബെർട്ടോമിയുടെ ആ ഒരു പെർഫോമൻസ് ഇതുവരെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് വിലയിരുത്തേണ്ടത്. കഴിഞ്ഞ മത്സരങ്ങളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, വിക്ടർ ബെർട്ടോമിയോ ആ ഒരു മുന്നേറ്റ നിരയിൽ കളിക്കുമ്പോഴേക്കും അദ്ദേഹത്തിലേക്ക് കാര്യമായിട്ടുള്ള പന്തുകളൊന്നും എത്തുന്നില്ല. മാത്രമല്ല, ഇദ്ദേഹം പിറകോട്ടിറങ്ങി വരുമ്പോൾ പോലും ഇദ്ദേഹം പന്തെടുത്ത് തിരിയുമ്പോൾ തന്നെ പന്ത് കാലിൽ നിന്ന് നഷ്ടമാകുന്ന പല സിറ്റുവേഷനും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യും എന്നുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പന്ത് ഹോൾഡ് ചെയ്ത് ക്യാരി ചെയ്ത് കളിക്കാനുള്ളൊരു എബിലിറ്റി പലതവണയായിട്ട് നമുക്ക് വിക്ടർ ബെർട്ടോമിയോയിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. വിക്ടർ ബെർട്ടോമിയോ എനിക്ക് തോന്നുന്നു 3 മത്സരങ്ങളുടെ ആ ഒരു സസ്പെൻഷനിലാണ്. ഇനിയിപ്പോൾ വിക്ടർ ബെർട്ടോമിയോ ഇല്ലാതിരുന്ന ഈ ഒരു മത്സരത്തിൽ ഒരു മലയാളി താരം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് പുറത്തെടുത്തത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. വിക്ടർ ബെർട്ടോമിയോയ്ക്ക് പകരം മറ്റൊരു റീപ്ലേസ്മെൻ്റ് ആണ് എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത്ര വിധം ഒരു ഇമ്പാക്റ്റ് ഇതുവരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര താരമായിട്ടുള്ള വിക്ടർ ബെർട്ടോമിയോക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇതിനെക്കുറിച്ചും നമുക്ക് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു സമനിലയാണെങ്കിൽ കൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പെർഫോമൻസ് വൈസ് ചെറിയൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും മത്സരങ്ങളിൽ ഇത്രയും പോയിന്റുകൾ നഷ്ടപ്പെടുത്തി ഡ്രോപ്പാക്കി കളഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു ലീഗിൽ നമുക്ക് വിജയിക്കാൻ, ചാമ്പ്യൻ ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ആകെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISL നിന്നും I ലീഗിലേക്ക് റെലഗേറ്റായി പോകാതിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഇനി അങ്ങോട്ട് ഇനിയുള്ള ഓരോ മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് മാക്സിമം പോയിന്റ്സുകൾ നേടിയെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ദിവസം ഇതിൽ നല്ല പുതുപുത്തൻ വിശേഷങ്ങളും ഡീകോഡിംഗ് അനാലിസിസുമായി സെനിസ് ഫുട്ബോൾ വീണ്ടും എത്താം. ബൈ.